Hi friends, welcome back to our channel. ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് വളരെ ചെറിയൊരു വീഡിയോ ആണ്. പഞ്ചസാരയും പാലും ഉപയോഗിക്കാണ്ട് നല്ല സൂപ്പർ ആയിട്ടൊരു ചായ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം സാധാരണ നമ്മൾ പാലും പഞ്ചസാരയും ഒക്കെ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ചായയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ചായക്കുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ചായ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളമാണ് തിളപ്പിക്കാനായിട്ട് വെക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു ചായക്ക് നമ്മൾ പാൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. പാല് മാത്രമല്ല പാൽപ്പൊടിയും നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു 2 ഗ്ലാസ് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചായയുടെ വെള്ളം ചൂടായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ അതേ ഒരു ചെറിയ പട്ട എടുത്തിട്ടുണ്ട്, ഒപ്പം തന്നെ ഒരു ഏലക്കായും എടുത്തിട്ടുണ്ട്. ഇത് കൂടി ഇട്ടിട്ട് നല്ലതുപോലെ നമുക്ക് വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കാം. വെള്ളം ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കടുപ്പത്തിനനുസരിച്ചിട്ടുള്ള ചായപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എത്രത്തോളം തേയിലയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതനുസരിച്ചുള്ള തേയിലപ്പൊടി ഈ ചൂടായ വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ട മസാലയും തേയിലപ്പൊടിയും ഒക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-3 സെക്കൻഡ് നേരത്തേക്ക് ഈ ചായപ്പൊടി ഇട്ട വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ മാത്രമാണ് നമ്മളിട്ട ആ ഒരു തേയിലയുടെ സത്തൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് വരികയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചായപ്പൊടി ഇട്ട വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പാലോ പാൽപ്പൊടിയോ പഞ്ചസാരയോ ഒന്നും തന്നെ ഇല്ല. അതിന് പകരം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് നമ്മൾ ഈ ഒരു ചായപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ചായയുടെ ടേസ്റ്റ് ഒരു വ്യത്യസ്തമാണ് കേട്ടോ. സാധാരണ നമ്മൾ പാലും പാൽപ്പൊടിയും പഞ്ചസാരയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ചായയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള ആ ഒരു ചായപ്പൊടിയുടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫാക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ ഇതൊന്ന് അരിച്ചെടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ചായ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ഞാൻ പിന്നെയും പറയുന്നു, സാധാരണ നമ്മൾ പാൽ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ചായയുടെ ടേസ്റ്റ് അല്ല ഇതിന്, വേറൊരു വ്യത്യസ്തമായ രീതിയിലുള്ള ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലെങ്കിലും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.